അടുത്ത കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര്? പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള കരുക്കൾ നീക്കുന്നു. വി.ഡി. സതീശന്റെ കൂടെ കോൺഗ്രസിലെ ന്യൂജൻ തലമുറയുണ്ട്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ള പുതിയ തലമുറ. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്റേതായ ഒരിടം കണ്ടെത്താൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാത്ത ഒരാൾ മറ്റൊരിടത്ത് മുഖ്യമന്ത്രി കുപ്പായവും തുന്നി ഇരിപ്പുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ രമേശ് ചെന്നിത്തല തന്നെയാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വലിയൊരു പോരാട്ടമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. പക്ഷേ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നു. അത് രമേശ് ചെന്നിത്തലയുടെ പരാജയമാണെന്ന് ഹൈക്കമാൻഡും AICCയും വിലയിരുത്തി. പരാജയമൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരുപാട് അഴിമതികളൊക്കെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. സ്പ്രിംഗ്ലർ അടക്കമുള്ള അഴിമതികളൊക്കെ അദ്ദേഹം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതൊക്കെ പാഴ്വേലയായി മാറി. രാവും പകലും അദ്ദേഹം പ്രവർത്തിച്ചു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ. പക്ഷേ പിണറായി സർക്കാർ തുടർച്ചയായി വീണ്ടും അധികാരത്തിൽ വന്നു. അതിനുശേഷം രമേശ് ചെന്നിത്തലയെ വെട്ടിനിരത്തുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അതിൽ അദ്ദേഹത്തിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല കരുത്താർജിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. വിശാല ഐ ഗ്രൂപ്പിന്റെ നേതാവാണ് രമേശ്. വിശാല ഐ ഗ്രൂപ്പിന്റെ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ഐ ഗ്രൂപ്പുകാരുടെ പിന്തുണയുണ്ട്. എന്നാൽ ഇപ്പോൾ ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം വ്യക്തിനിഷ്ഠിതമായി രാഷ്ട്രീയം മാറിയിരിക്കുന്നു. കോൺഗ്രസ് രാഷ്ട്രീയം മാറിയിരിക്കുന്നു. വി.ഡി. സതീശനോടൊപ്പം ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ ഒരു പുതിയ തലമുറ നിലകൊള്ളുന്നു. അവർ വി.ഡി. സതീശന് വേണ്ടി സൈബറിടങ്ങളിൽ പോരടിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല വമ്പൻ നീക്കം നടത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ചൂണ്ടയിൽ കൊളുത്തിയിരിക്കുന്നത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെയാണ്. ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിന്റെ എല്ലാമെല്ലാമായിരുന്നു. എ ഗ്രൂപ്പിന്റെ പോരാളിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നാണ് ചാണ്ടി ഉമ്മൻ നിയമസഭയിൽ എത്തുന്നത്. ചാണ്ടി ഉമ്മൻ കുറെ കാലമായി കോൺഗ്രസ് നേതൃത്വത്തോട് ഇടഞ്ഞ് നിൽപ്പാണ്. വി.ഡി. സതീശനും ചാണ്ടി ഉമ്മനും തമ്മിലുള്ള ഈഗോ ക്ലാഷൊക്കെ ശ്രദ്ധേയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയായി ഇറക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തി ചാണ്ടി ഉമ്മനാണ്. അങ്ങനെ എ ഗ്രൂപ്പിനുള്ളിൽ അസംതൃപ്തനായി നിൽക്കുന്ന ചാണ്ടി ഉമ്മനെ റാഞ്ചിക്കൊണ്ട് മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമത്തിന് വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല നിരന്തരം ഹൈക്കമാൻഡുമായും AICCയുമായും ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പോലും രമേശ് ചെന്നിത്തല മാറുമോ എന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ അസഹിഷ്ണുതയാണ് പ്രകടിപ്പിച്ചത്. ഇപ്പോൾ വി.ഡി. സതീശനെ കടത്തിവെട്ടി രമേശ് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അതിനിടയിലാണ് ചാണ്ടി ഉമ്മനെ ചൂണ്ടയിലാക്കി രമേശ് ചെന്നിത്തല പുതിയ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ വലിയൊരു പരിമിതി, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വലിയ സജീവമല്ല. വി.ഡി. സതീശന് വേണ്ടി ഒരു സോഷ്യൽ മീഡിയ ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കും സോഷ്യൽ മീഡിയ ടീം ഉണ്ടെങ്കിലും അവർ അത്ര സക്സസ് അല്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഗ്രൗണ്ടിലിറങ്ങി കളിച്ചു തുടങ്ങിയിരിക്കുന്നു. ചാണ്ടി ഉമ്മനെ റാഞ്ചിക്കൊണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാനുള്ള കുതിപ്പ് തുടരുന്നു.